ഹലോ കൂട്ടുകാർ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പൊന്നും കുഞ്ഞും കുഞ്ഞച്ചിയും ഡൂഡും വണ്ടിക്കകത്തുണ്ട് കേട്ടോ. നമ്മൾ പൊന്നിനെ തിരുമിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് കാടെത്തി കേട്ടോ. കാടെത്തി ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് തീർന്നു പോയി. ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞോളൂ, ഓമിന് സൂപ്പർ ആലെന്ന് പറഞ്ഞ അവള് നടാവളമുണ്ടോ, ആ വളം തിരിഞ്ഞിങ്ങനെ വന്നോളൂ. അപ്പത്തേക്ക് നാട് ഗ്യാസ് തീർന്നു, ഓഫായി പോയിട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ല. നമ്മളാണെ കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുന്നേ. ജസ്റ്റ് ഇങ്ങോട്ട് വരുന്ന വിട്ട് മുന്നേ പോയിട്ട് 500 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിനകത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പെട്രോൾ ഉണ്ട് വണ്ടിക്കകത്ത്. പക്ഷെ വണ്ടി സ്റ്റാർട്ടാന്ന് ജന്മം ചെയ്താല് ഡൂഡു ആണെങ്കിൽ കിടന്ന് പൊരിഞ്ഞ കാര്യത്തിൽ വണ്ടി നിന്ന് പോയപ്പോ. ഹലോ, ഞാൻ വന്നു. വണ്ടിയിൽ ഗ്യാസ് തീർന്നു. തീർന്നു, ഓഫായി പോയി. ഇപ്പൊ ഓഫായി. കാട്ടില് നമ്മുടെ ആ കാടില്ലേ, മറ്റേ ഇന്റർലോക്ക് ഇട്ടെ ഏണോ ഇതിന്റെ അവിടെ എത്തിയില്ല. ആ മണ്ണിട്ട വഴിയില്ല, ആ ഇന്റർലോക്ക് എത്തുന്നതിന് മുന്നേ വരെ ആ മണ്ണിട്ട വഴിയില്ല. പെട്രോൾ 500 അടിച്ചായിരുന്നു വരുന്ന വഴിക്ക്. പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആണോ? ശരി. വേറൊന്നും ചെയ്യാനില്ല. വണ്ടിക്കകത്ത് മേലേക്ക് മാത്രം ആക്കിയാ പോലെ. ശരി. ഡൂഡാണ് ഒരു കാർ തുടങ്ങിയിട്ടുണ്ടല്ലോ. കാർ തുടങ്ങി വണ്ടി നിന്ന് പോയപ്പോ. അവിടെ ചെക്കൻ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ല, മനസ്സിലായോ? ഞാൻ വണ്ടി കുരിക്കും പെട്രോളേ. ഡൂഡു ആണ് ഭയങ്കര വിഷമാട്ടോ. എന്തിനാ പൊന്നെ വിഷമിക്കുന്നേ? വണ്ടി നിന്ന് പോയോ? പെട്രോൾ അടിച്ചിട്ടാണെങ്കിൽ ചിലപ്പം എന്താ പറ്റില്ല. പെട്രോൾ അടിച്ചിട്ട് കുരുക്കി നോക്കാം. പണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ. വണ്ടി സ്റ്റാർട്ടായില്ലേ. കുഞ്ഞേച്ചി കുഞ്ഞിപ്പെണ്ണും എല്ലാരും കുലുങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് കുഞ്ഞേച്ചി? പക്ഷെ ഡൂഡുവിന് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കാരണം ഡൂഡുവിന് ടെൻഷനാ. വണ്ടിയോട് സ്റ്റാർട്ട് ആവാൻ പറ. പല്ല് കടിച്ചിട്ട് സ്റ്റാർട്ട് ആവണം. സ്റ്റാർട്ട് ആക്കി നോക്കും. സ്റ്റാർട്ട് ആവട്ടെ. ആവൂടാ, അതൊരു ബാറ്ററി തീർന്നോ? എടാ, മറ്റേ ജംപ് സ്റ്റാർട്ടർ ഇവിടെ വണ്ടിയിലില്ല. വണ്ടി ഇങ്ങനെ ഇതില് ഇതാണ് സ്റ്റാർട്ട് ആവില്ല. ചേട്ടന്മാര് വരുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. ചേട്ടന്മാര് വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങിക്കോ. ചേട്ടന്മാര് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാരപ്പോ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഗ്യാസിന്ന് പെട്രോളിലേക്ക് മാറ്റില്ലേ? പൊന്തുന്നുണ്ട് അപ്പൊ സംഭവം. പോന്നില്ലല്ലോടാ, അതാ കുഴിയിലായത്. കറക്റ്റ് കുഴിയിലിട്ടാ. അല്ലാടാണ്ടുണ്ടാ. വേണ്ട ഡൂഡ് വിടുന്നാ മതി. ഈശോയി മന്ദവേ സ്റ്റാർട്ടാവുന്നോ? പോവോ വീട്ടിലിട്ടോ? ഒരുത്തൻ കരയുന്നു. കുഞ്ഞേച്ചി ചിരിക്കും. എന്തിനാണോ നീ കരയുന്നേ? നമ്മുടെ വണ്ടി ശരിയാവൂട്ടോ. അപ്പൊ ഇന്ന് കരയുണ്ടാട്ടോ. എല്ലാവരും ജ്യൂസ് എടുക്കുന്നു. പോവാ നമുക്ക്. അത് സ്റ്റാർട്ട് ആവൂട്ടോ. വണ്ടി ശരിയാവും. വാ നമുക്ക് നടക്കാം അങ്ങോട്ട്.
അവരെല്ലാം അതുകൊണ്ട് നമ്മളെവിടെയാവും. അവര് വണ്ടി തള്ളി തള്ളി അങ്ങോട്ട് പോയിട്ട് കൂട്ടുകാരെ നടക്ക്. നമുക്ക് കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ വന്നി നമ്മള്. കൊച്ചു വിചാരിക്കുന്ന ഈ നൊന്നൂന് ഏതു നേരത്താണോ തിരുമിക്കാൻ തോന്നിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ ഈ അവസ്ഥ. ഒരു ഉന്തി ഉന്തി അവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. നല്ല രസം. ഇപ്പൊ ഒരു കടുവ അങ്ങ് ഓടി വന്നാലോ? എന്റെ പൊന്നു കുഞ്ഞേച്ചി താഴെ ഓർമ്മ നിക്കുന്നു ഓർക്കുന്നിട്ട് പറയേ പൊന്നെ എന്നെ സംഭവിച്ചേ വണ്ടി നിന്നു പോയോ? ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. അതാ ഉന്തി 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 അവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഡൂഡാല് ചങ്ങി അപ്പൊ കുഞ്ഞേച്ചി ഞാനിവിടെ വന്നിരിക്കും. അതൊക്കെ കുഞ്ഞു പശുവിന്റെ കുഞ്ഞു ബേബീനെ കണ്ടോ? ഞാൻ കാണിച്ചാ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തോണ്ട് അവര് ഓടും കേട്ടോ. ദൈവമേ കൂട്ടുകാരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കു. ദൈവമേ ഓരോന്നാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ആവും കേട്ടോ. ഇപ്പൊ അവര് ഓടുന്നുണ്ട്. അപ്പൊ ഓടുന്ന കണ്ടിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇവിടെ കുറച്ച് പശുവുമ്പ ഉണ്ട്. ഡൂഡുവിനെ അത് കാണിച്ച് ഡൂഡുവിന് ഒരു ചെറിയ പുഞ്ചിരി വന്നിട്ടുണ്ട് മുഖത്ത്. അവര് ഇങ്ങോട്ടേക്ക് തള്ളു കേട്ടോ. ഇറക്കത്തേക്ക് ഉന്തി വിട്ടോ. ഇറക്കത്തിലേക്ക് വണ്ടി വണ്ടി എന്റെപ്പാ നിങ്ങൾക്ക് അറിയല്ലേടി. ഇച്ച വരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം നോക്കാം നമുക്ക്. വരുന്നുണ്ടടാ. കരയാണ്ടിരിക്കടാ. എന്താടാ ആണോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേര് വന്നിട്ട് തള്ളുന്നുണ്ട് കേട്ടോ. പൊരിഞ്ഞ തള്ളാട്ടോ. ഇത് മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഇത് തള്ളു നമ്മുടെ കൂട്ടുകാരാട്ടോ. അയ്യോ സ്റ്റാർട്ടായിട്ടാ കരയണ്ടവാ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങളോട് വണ്ടി സ്റ്റാർട്ടായിട്ടോ. കൂട്ടുകാരെല്ലാരും കൂടെ കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തോട്ടോ. ഇതുവഴി ഇവര് വണ്ടിയും കൊണ്ട് പോവായിരുന്നു. അപ്പൊ ചേട്ടായിമാരും ഇവരെല്ലാരും കൂടെ തള്ളി സ്റ്റാർട്ടായിട്ടോ ലാസ്റ്റ്. എന്റെ പൊന്ന് എന്തായാലും ഒത്തിരി താങ്ക്സ് കേട്ടോ. നിങ്ങളുടെ പേരെങ്ങനെയാ? ഡെനിസ് ആഷ്ലി. ഓക്കെ. അപ്പൊ എല്ലാരും കൂടെ എന്തായാലും പരിശ്രമിച്ച നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കൂട്ടുകാരെ. ഇനിയിപ്പോ നമുക്ക് നേരെ വീടിട്ട് പോവാം. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ വണ്ടി വീട് നിന്ന് പോയി. നമ്മുടെ വണ്ടി അവർ സ്റ്റാർട്ടാക്കിയത് ഗ്യാസിലിട്ടായിരുന്നു സ്റ്റാർട്ടാക്കിയിരുന്നത്. പെട്രോൾ ഇട്ടായിരുന്നില്ല കേട്ടോ സ്റ്റാർട്ടായത്. അപ്പം നമുക്ക് പെട്രോളാണ് വണ്ടിക്കകത്തുള്ളൂ. ഗ്യാസ് ഇല്ല. നമ്മൾ ഗ്യാസ് തീർന്നപ്പോഴാണ് നമ്മൾ പെട്രോളിലേക്ക് ചേഞ്ച് ചെയ്തത്. പക്ഷേ ഇത് ഈ ഒരു സ്വിച്ച് കണ്ടോ? ഈ ഒരു സ്വിച്ചിനകത്ത് ഇത് മേലേക്കാണെങ്കിൽ പെട്രോള്, ഇത് ഈ സാധനം താഴേക്കാണെങ്കിൽ ഗ്യാസ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസിലായിരുന്നു കടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് തീർന്നു ഇപ്പോൾ മേലേക്ക് ആക്കിയതാ, പെട്രോളിലേക്ക് ആക്കിയതാ. അങ്ങനെ ആക്കിയിട്ടാണ് സ്റ്റാർട്ട് ആവാതിരുന്നത്. പക്ഷേ അവർ തള്ളി സ്റ്റാർട്ടാക്കാൻ നേരത്തെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവർ താഴത്തേക്ക് ഇട്ടു. ഗ്യാസിലേക്ക് തന്നെ ഇട്ടിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ സ്റ്റാർട്ടായ കുറച്ച് നേരത്തേക്ക് വണ്ടി സ്റ്റാർട്ടായി നിന്നുള്ളൂ. വണ്ടി ഓഫ് ആയി പോയിട്ടപ്പോൾ തന്നെ. അപ്പോൾ വർക്ക്ഷോപ്പ് നാളെ വിളിച്ചിട്ടുണ്ട്. ഇനി വർക്ക്ഷോപ്പ് നാളെ വരാൻ വേണ്ടിയിട്ട് നോക്കി. ഇപ്പം എല്ലാവരും ഓണത്തിന് എല്ലാവരും വിരുന്നിന് പോയേക്കുക. അപ്പം ആരും ഇല്ല. അപ്പൊ ഞങ്ങള് കാട്ടിൽ ഇങ്ങനെ പെട്ട് കിടക്കുക. കണ്ടോ ഡൂഡുവാണ്. പപ്പ ഇപ്പൊ സ്കൂട്ടർ കൊണ്ട് വരും. അപ്പം എന്തെങ്കിലും നടക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇവരെ ഓട്ടോയിൽ കയറ്റി വിടാം. ഡൂഡ് കരയുന്നു. സങ്കടമായി പോയി ഡൂഡ് സ്റ്റാർട്ട് ആവാൻ കേട്ടോ. ഡൂഡ് കരയുന്ന ഒച്ച കേട്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് പൊട്ടിച്ചിരിക്കുക. അവളെ കളിപ്പിക്കുന്ന ചൂട്, നല്ല ചൂടാട്ടോ. കണ്ടോ കാട് കണ്ടോ കൂട്ടുകാരെ? പെരുങ്കാടോട്ടോ. ഇതിനകത്ത് ആനയൊക്കെ ഉണ്ട് കേട്ടോ. ആന, കടുവ, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഭംഗിയോടെ പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ പൊന്നൂനെയും കുഞ്ഞച്ചീനെയും അവരൊക്കെ അവിടെ ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് വിടും കേട്ടോ വീട്ടിലേക്ക്. അപ്പൊ നമ്മൾ ഞാൻ പപ്പ വന്നിട്ട് പോകുള്ളൂ. വണ്ടി ഒന്ന് സ്റ്റാർട്ടാ പോകും നോക്കിയിട്ട്. അപ്പൊ ടാറ്റ കേട്ടോ. അപ്പൊ അവര് ഓട്ടോ കയറി പോകുന്നുണ്ട്. പിള്ളേരുള്ളതല്ലേ. അപ്പൊ ഡൂഡും ആണെങ്കിൽ നല്ല കരച്ചിലാണ് കേട്ടോ. സങ്കടമായി സ്റ്റാർട്ട് ആവാഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പപ്പ വരും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ വണ്ടി നോക്കണം സ്റ്റാർട്ടാകുമോ ഇല്ലയോ എന്താ സ്ഥിതി നോക്കണം. അതിന് പപ്പ വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം സ്റ്റാർട്ടാകുമോ ഇല്ലയോ. ഒന്ന് സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് നാളെ നോക്കാം. കാരണം ഓണായതുകൊണ്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പിലുള്ള ചേട്ടന്മാരെല്ലാവരും ഭാര്യ വീട്ടിലൊക്കെ വിരുന്നിനൊക്കെ പോയി കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇന്നാണ് വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കൽ. വർക്ക്ഷോപ്പ് നാളെ കൊണ്ട് സ്റ്റാർട്ടാക്കി എടുക്കൽ എന്താ നടക്കത്തില്ല. അപ്പോൾ നമുക്ക് തന്നെ സ്റ്റാർട്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം. പപ്പയും കൂടെ വന്നിട്ട് എന്തെങ്കിലും പപ്പയ്ക്ക് ടെക്നിക്ക് അറിയുമെങ്കിലും നോക്കാം നമുക്ക്. കണ്ടോ നമ്മുടെ വണ്ടി ഇപ്പം ഇങ്ങനെയാട്ടോ ഇരിക്കുന്നേ. കണ്ടോ ഇത് കാടാണ്. എന്താ കൂരാക്കാടല്ലോ, പെരുങ്കാട്. പപ്പ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പപ്പ എത്തി. ഇനിയിപ്പോൾ എന്താ സ്ഥിതി നമുക്ക് നോക്കാം. എന്തായാലും സ്കൂട്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടോ. അവരിപ്പോ കണ്ടില്ല.
അപ്പൊ ഇനി പപ്പ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ, എന്താ സ്ഥിതി നമുക്ക് നോക്കാം. പെട്രോളാണ് ഇട്ടേക്കുന്നേ. കണ്ടോ ഓമിനിയുടെ എഞ്ചിനൊക്കെ ഈ സീറ്റിന്റെ അടിയിലാട്ടോ. ആ കാണുന്ന സാധനം കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ വിരലിട്ടിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ നേരം ചില സമയത്ത് കുതിർന്ന് കാണത്തില്ലേ, ഓണാവാതിരിക്കുമ്പോൾ. ഗ്യാസിലായിരുന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഞെക്കി കളഞ്ഞിട്ടാണ്, എയർ തള്ളി കളഞ്ഞിട്ടൊക്കെ ആയിരുന്നു സ്റ്റാർട്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താവും നോക്കാം നമുക്ക്. ഗ്യാസ് തീർന്നല്ലേ? അപ്പൊ കൂട്ടുകാരൻ അങ്ങനെ വേണ്ട, പെട്രോളിൽ വണ്ടി സ്റ്റാർട്ടായി. എന്റെ പൊന്നെ, പപ്പ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. പിള്ളാടിയാട്ടോ എന്റെ പൊന്നെ. അപ്പ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴേക്ക് വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. നോക്ക് കേട്ടോ, ഇതാണ് ആള് ചെയ്യേണ്ട. ആള് വന്നാലാണ് സാധനം സ്റ്റാർട്ടാക്കി വിളിക്കുന്ന സമയത്ത്. ജൂനിയർ മാൻഡ്രയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ. ഉഷാർ. ഞാൻ സ്കൂട്ടർ എടുത്ത് വരാം. അപ്പൊ കേട്ടോ, അപ്പൊ നമുക്കിനി സ്കൂട്ടർ എടുത്തു കേട്ടോ. അപ്പൊ നമ്മളിതാ വീട്ടിലെത്തിട്ടാ വന്ന് കേറിയതുള്ള. അപ്പൊ ഓമിന് സ്റ്റാർട്ടായെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിക്കുവാ കേട്ടോ. നല്ല വെയിലും കൂടി ആയത് കാരണം മടുത്തു പോയിട്ടോ. ആനനെ മെരുക്കാൻ പോലെയാ. രാജൻ പൗലോസ് അതാ ഡൂഡ് താൻ അടി വണ്ടിക്കിട്ട് ഭയങ്കര വിഷമായി പോയി പപ്പേ. എന്റെ വണ്ടി കേടായോ? പപ്പേന്റെ വണ്ടി ശരിയാവില്ല. പപ്പേനെ കാണാനായിട്ടായിരുന്നു. പപ്പേനെ മാത്രം പേടിയുള്ള വണ്ടി. എന്താ പൊന്നു, ഈ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്റെ പൊന്നു ആലോചിക്കുന്നത് മമ്മി മാസം ഇരിക്കാണ്. ഇങ്ങനെ പോയിട്ടാ പറയുന്നത്. 10 മീറ്റർ അകലെ പോയിട്ട് കാലെ പിടിച്ചടിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ നമ്മളങ്ങനെ വീട്ടിൽ എത്തി. ഇവര് ഓട്ടോ കയറിയാണെങ്കിലും വീട്ടിലെത്തി. നമ്മളാണ് റൂമിൽ നമ്മുടെ വണ്ടി എല്ലാം കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ എന്തായാലും വണ്ടി സ്റ്റാർട്ടായി. എന്തായാലും സ്റ്റാർട്ടായതിന് ഒത്തിരി നന്ദി ഓമിനിക്കും പപ്പയ്ക്കും അല്ലേ. പപ്പ വന്ന് തലോടി എന്താ പപ്പേ അല്ല, കുറച്ച് ദിവസമായി തോന്നുന്നു പപ്പ വണ്ടി എടുത്തിട്ട്. അതിന് പിണക്കായിരുന്നായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ചെക്ക ഭയങ്കര ഫോംബിളിയാണ്. വർക്ക്ഷോപ്പിലേക്കൊക്കെ ഭയങ്കര ഫോംബിളിയാണ്. ചെക്കന്റെ വണ്ടി അടങ്ങുന്നില്ല പറഞ്ഞിട്ട്. വിളിച്ചു പറഞ്ഞു ജിതിന്റെ പോലത്തെ എഡിക്. എണ്ണ അടിച്ചായിരുന്നോ? നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അവൻ പറയുന്നത്. എന്ത് ഓണത്തിന് ചേച്ചിയുടെ എന്നോട് പറഞ്ഞു ചേട്ടൻ വീട്ടിൽ എറിഞ്ഞിട്ട് പോയേക്കോ. അപ്പൊ അത്തോട് കൂടെ മറ്റൂടെ നാളെ കാണാം.